ഉറങ്ങിയില്ലെങ്കിൽ പോലും നമ്മളൊരു 10 മിനിറ്റ് ശവാസനം ചെയ്താൽ നല്ല എനർജിയോടെ നമുക്ക് അന്നത്തെ ദിവസം കൊണ്ടുപോകാൻ പറ്റും. ഇനിയിപ്പം മാറ്റിന്റെ കാര്യമാണ്. ഇപ്പൊ സാധാരണ എല്ലാവരും യോഗ മാറ്റ് യൂസ് ചെയ്യാറുണ്ട്. യോഗ മാറ്റ് നല്ലതാണ്, നമുക്ക് എന്തെങ്കിലും ഷീറ്റും നല്ലതാണ്. ഷീറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ബോഡിയുമായി തറയുമായിട്ടൊരു ബന്ധം വരുന്നത് ഈ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള എനർജി നമ്മുടെ ബോഡിയിൽ തന്നെ നിൽക്കണം. അതിനായിട്ടാണ് ഷീറ്റ് ഇടുന്നത്. അല്ലെ അത് നമ്മുടെ പ്രതലത്തിലോട്ട് പോയി നമുക്ക് അതിൻ്റെ ഒരു എനർജി കിട്ടില്ല. അത് നമുക്ക് ഫ്രീ ആയിട്ട് കിടക്കാം. അപ്പൊ നിങ്ങൾ കിടക്കുമ്പോൾ നമുക്ക് ബോഡി എല്ലാം ഒന്ന് നന്നായിട്ട് അയക്കാൻ ശ്രമിക്കുക. അയച്ചിട്ട് കിടക്കുക. ക്ഷീണം കൂടുതലുള്ളപ്പോൾ യോഗ സെക്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ശവാസനം സാധാരണ ചെയ്യാറ്. ഇനിയിപ്പം ഇതിന്റെ ഒരു സ്റ്റെപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ യോഗയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ശവാസനം. ശവാസനം ചെയ്യുന്ന നമുക്ക് ബോഡി പെട്ടെന്ന് ക്ലെൻസ് ചെയ്യാനും ക്ഷീണം പോകാനും. അത് നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങൾ കിടന്നിട്ട് നമ്മുടെ കൈ ഇങ്ങനെ ബോഡിയിൽ നിന്ന് ഇച്ചിരി അകത്തി വെക്കുക, കാലും അകത്തി വെക്കുക. ഏകദേശം കൈ ഒരു 1 ഫീറ്റ് എടുത്ത് അകത്തി വെക്കണം. തല നേരെ വെക്കണം. കാല് ഒരു 2 ഫീറ്റ് മാറ്റി വെക്കുക. നമ്മുടെ കൈപ്പത്തി നേരെ മുകളിലോട്ട് വെക്കുക. കാൽപാദം സൈഡിലോട്ട് വെക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. ഇനി നമുക്ക് കണ്ണടയ്ക്കുക. ഇപ്പം നമുക്ക് സമാധാനമായിട്ട് നമ്മുടെ ഓരോ ഭാഗങ്ങളും ആദ്യം ആയിട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രീത്തിനോട് കഴിഞ്ഞ ബോഡി അയച്ചെടുക്കുന്നതാണ് ഈ പ്രോസസ്സ്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ആദ്യം ഡീപ്പ് ബ്രീത്ത് എടുക്കാം. 3 പ്രാവശ്യം ശ്വാസം നന്നായിട്ട് എടുത്തു, പതുക്കെ പുറത്തോട്ട് വിട്ടു. വീണ്ടും ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക, പതുക്കെ പുറത്തോട്ട് വിടുക. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ. അപ്പം ഡീപ്പ് ബ്രീത്ത് നമ്മൾ 3 പ്രാവശ്യം എടുത്തു. ബോഡി ഒന്ന് സെറ്റാക്കി. ഇനി നമ്മൾ നമ്മുടെ ബ്രീത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ പതുക്കെ ആ ബ്രീത്തിന്റെ സ്പീഡ് കുറച്ച് കൊണ്ടുവരിക. അങ്ങനെ നമ്മൾ നന്നായിട്ടൊരു ബോഡി നമ്മുടെ ഈ തറയുമായിട്ട് ചേരുന്ന ഒരവസ്ഥയിലോട്ട് വരും. അങ്ങനെ നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ വലത് കാലിനെ ഒന്ന് ടൈറ്റ് ചെയ്യാൻ നോക്കുക. ആദ്യം നമ്മുടെ വലത് കാലിന്റെ തള്ളവിരൽ നിങ്ങളൊന്ന് ടൈറ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിൽ കാണുക. ആ ഒരു ഫീലിംഗ് കൊടുക്കുക. പിന്നെ നമ്മൾ 3 വിരലുകൾ ടൈറ്റ് ചെയ്യുന്നു, കാൽപാദം ടൈറ്റ് ചെയ്യുന്നു, കാലിന്റെ കണ്ണ് ടൈറ്റ് ചെയ്യുന്നു, കാൽമുട്ട് ടൈറ്റ് ചെയ്യുക, തുട ടൈറ്റ് ചെയ്യുക. അത് ആ കാല് പിന്നെ ഫുള്ള് ടൈറ്റ് ആയതായിട്ട് മനസ്സിലൊരു ഫീൽ കൊടുത്തു. വീണ്ടും നമ്മൾ ഇടത് കാലിലോട്ട് പോവുക. ഇടത് കാലിന്റെ വലിയ വിരൽ ആദ്യം നമ്മൾ ടൈറ്റ് ചെയ്യുന്ന ഫീൽ കൊടുത്തു. 4 വിരൽ ടൈറ്റ് ചെയ്യുക. വീണ്ടും നമ്മൾ കാൽപാദം ടൈറ്റ് ചെയ്തു, കാലിന്റെ ടൈറ്റ് ചെയ്യുക, കാൽമുട്ട് ടൈറ്റ് ചെയ്തു, തുട ടൈറ്റ് ചെയ്തു. അത്രയും ചെയ്തിട്ട് നമ്മൾ പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഇടുപ്പ് ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് നമുക്ക് ടൈറ്റ് ചെയ്യേണ്ടത് വയറിന്റെ 2 ഭാഗങ്ങളും ടൈറ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ കൊടുക്കുക. പിന്നെ നമ്മുടെ ചെസ്റ്റ് 2 ഭാഗവും ടൈറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മുടെ ശരീരത്തിന്റെ പുറം ഭാഗം ടൈറ്റ് ചെയ്യാം, അടിഭാഗം, നടുവ്. പിന്നീട് നമ്മുടെ മധ്യഭാഗം ടൈറ്റ് ചെയ്യുക. പിന്നെ ഷോൾഡർ ടൈറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വലത് കൈയിലോട്ട് പോവുക. ശ്രദ്ധ. അപ്പം വലത് കൈയുടെ തള്ളവിരൽ നമ്മൾ ടൈറ്റ് ചെയ്തു. ബാക്കി 4 വിരൽ ടൈറ്റ് ചെയ്തു. കൈപ്പത്തി ടൈറ്റ് ചെയ്തു. കൈയുടെ ബാക്കി ഭാഗം ടൈറ്റ് ചെയ്യുക. കൈമുട്ട്, കൈയുടെ മേൽഭാഗം, ഷോൾഡർ ടൈറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഇടത് കൈയിലോട്ട് വരുന്നു. ഇതുപോലെ തന്നെ വലിയ വിരൽ ടൈറ്റ് ചെയ്തു, 4 വിരൽ ടൈറ്റ് ചെയ്തു. പിന്നെ നമ്മൾ കൈപ്പത്തി ടൈറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ കൈമുട്ട് ടൈറ്റ് ചെയ്യുക. നമ്മളുടെ ഷോൾഡർ കൈ ടൈറ്റ് ചെയ്തു. എന്നിട്ട് 2 കൈ പൂർണ്ണമായിട്ട് ടൈറ്റ് ആയ ഫീലിങ്ങിലോട്ട് പോവുക. പിന്നെ നമ്മുടെ ഷോൾഡർ 2 നന്നായിട്ട് ടൈറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ കഴുത്ത് ടൈറ്റാക്കി. പിന്നെ നമുക്ക് താടി ടൈറ്റ് ചെയ്യുന്നു, കീഴ്ചുണ്ട് ടൈറ്റ് ചെയ്യുക, മേൽചുണ്ട് ടൈറ്റ് ചെയ്യുക, മൂക്ക് ടൈറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വലത് കണ്ണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നു, ഇടത് കണ്ണ് നമ്മൾ ടൈറ്റ് ചെയ്തു, നമ്മുടെ വലത് പുരിയൻ ടൈറ്റ് ചെയ്തു, ഇടത് പുരിയൻ ടൈറ്റ് ചെയ്തു, നെറ്റ് ടൈറ്റ് ചെയ്യുക. നമ്മുടെ തല ഫുള്ളായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ പൂർണ്ണമായ ഒരു വിശ്രമത്തിലാണ്. നമ്മുടെ ബോഡിയിൽ നമ്മളൊരു ഒട്ടും ഒരു ഭാരം അനുഭവിക്കുന്നില്ല. നമുക്കൊരു തൂവലിന്റെ ഒരു ഫീലിങ്ങിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യം പ്രത്യേകിച്ച് നടക്കണമെങ്കിൽ ആ ഒരവസ്ഥ നമുക്ക് അവിടെ ഒരു വിഷൻ കൊടുക്കാവുന്നതാണ്. അത്രയ്ക്ക് ബോഡി നമ്മുടെ മനസ്സിലുള്ള കാര്യം പെട്ടെന്ന് എടുക്കുന്ന ഒരു ടൈമാണ് ഈ ശവാസനത്തിന്റെ ഈ അവസ്ഥ. നമ്മൾ ഈ ഒരു അവസ്ഥയിൽ ഇരുന്ന് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് തിരിച്ച് പഴയ അവസ്ഥയിലോട്ട് വരണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യിച്ച് ഒന്ന്
അയഞ്ഞു വരുന്നതായിട്ട് റിലാക്സിലോട്ട് വരുന്നൊരു ഫീലിംഗ് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ നെറ്റ് റിലാക്സിലോട്ട് വരുന്നൊരു ഫീലിംഗ് കൊടുത്തു. പിന്നീട് നമ്മുടെ വലത് കണ്ണും ഇടത് കണ്ണും റിലാക്സിലോട്ട് വരുന്നു. പിന്നെ നമ്മുടെ മൂക്ക് വരുന്നു, മേൽചുണ്ട് വരുന്നു, കീഴ്ചുണ്ട് വരുന്നു, താടി നമ്മൾ റിലാക്സിൽ കൊണ്ടുവരുന്നു. ഇനി ഫേസ് ഫുള്ള് നമ്മളൊന്ന് റിലാക്സ് അയച്ചു കൊണ്ടുവന്നു. നെക്സ്റ്റ് നമ്മുടെ ഷോൾഡർ നമ്മൾ രണ്ടും പതുക്കെ അയക്കുക, ഒന്ന് റിലാക്സേഷനിലോട്ട് കൊണ്ടുവരിക. പിന്നെ നമ്മൾ വലത് കൈ അയക്കുന്നു. വലത് കൈയുടെ വലിയ വിരൽ അയച്ചു, 4 വിരൽ അയച്ചു, പത്തി അയച്ചു, കൈവണ്ണ അയച്ചു, കൈമുട്ട അയച്ചു, വലതിന്റെ. പിന്നെ നമ്മുടെ ഷോൾഡർ അയക്കുക. വീണ്ടും ഇടത് കൈയിലോട്ട് പോവുക, വലിയ വിരൽ അയച്ചു, 4 വിരൽ നമ്മൾ അയക്കുന്നു. പിന്നെ നമ്മുടെ കൈവണ്ണ അയച്ചു, കൈമുട്ട അയച്ചു, ഷോൾഡർ അയച്ചു. അപ്പൊ നമ്മൾ ആ ഭാഗങ്ങളിലൊക്കെ നല്ലൊരു ഊർജ്ജം വരുന്നതായിട്ട് മനസ്സിൽ കാണുക. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ചെസ്റ്റ് അയക്കുക, 2 ഭാഗവും. അടുത്ത് നമ്മുടെ സ്റ്റൊമക്കിന്റെ 2 സൈഡും അയക്കുക. ഇനി നമ്മുടെ ബാക്ക് ഭാഗം അയക്കുക. ആദ്യം നമ്മുടെ കഴുത്തിന്റെ ആ ഭാഗം അയച്ചു, പിന്നെ നടുഭാഗം അയച്ചു, പിന്നെ നമ്മൾ മധ്യഭാഗം അയച്ചതിന് ശേഷം താഴ്ഭാഗം കൂടെ അയച്ചു. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഇടുപ്പ് നമ്മൾ അയക്കുന്നു. ഇടത് കാലിലോട്ട് വരുന്നു. ഇടത് കാല് തള്ളവിരൽ അയച്ചു, 4 വിരൽ അയച്ചു, കാൽ പത്തി അയച്ചു, കാൽ വണ്ണ അയച്ചു, കാൽമുട്ട്, കാൽ തൊട, അങ്ങനെ നമ്മൾ ചെയ്തു. വീണ്ടും വലത് കാലും ഇങ്ങനെ തന്നെ വലിയ വിരല് 4 വിരല് നിങ്ങൾ റിലാക്സ് ആക്കുന്നു. വീണ്ടും നമ്മുടെ കാല് റിലാക്സ് ചെയ്യുന്നു. വീണ്ടും നമ്മുടെ കാൽമുട്ട് റിലാക്സ് ചെയ്യുന്നു. വീണ്ടും നമ്മുടെ തൊട റിലാക്സ് ചെയ്യുന്നു. അങ്ങനെ ഫുൾ 2 കാലും നമ്മൾ റിലാക്സ് ആയി. ഇതിന്റെ ഓരോ ഭാഗവും പൂർണ്ണമായിട്ടും നമ്മൾ റിലാക്സിലോട്ട് കൊണ്ടുവന്നു. അതിനുശേഷം നമുക്ക് കൗണ്ട് ചെയ്യാം. 10 തൊട്ട് 0 വരെ നമ്മൾ പുറകോട്ട് എണ്ണുക. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഇങ്ങനെ എണ്ണ ഡീപ് ബ്രീത്ത് എടുക്കാം 3 പ്രാവശ്യം. ശ്വാസം നന്നായിട്ട് എടുത്തു, പതുക്കെ പുറത്തോട്ട് വിട്ടു. വീണ്ടും ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക, പതുക്കെ പുറത്തോട്ട് വിടുക. വീണ്ടും 1 പ്രാവശ്യം കൂടെ. അപ്പൊ ഡീപ് ബ്രീത്ത് നമ്മൾ 3 പ്രാവശ്യം നമ്മുടെ കൈയുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ അയച്ച് പൂർണ്ണമായിട്ട് റിലാക്സിലോട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ കൈകളാൽ ആദ്യം നമ്മൾ കൈകൾ അയക്കുന്നു, കണ്ണു തുറക്കുക, സൈഡിലോട്ട് എല്ലാം നമ്മളൊന്ന് കറക്റ്റ് തിരിച്ച് അയച്ചെടുത്തു. ഇത് നമ്മൾ വലത് ഭാഗത്തോട്ട് നിങ്ങൾ തിരിയണം. പതുക്കെ തിരിഞ്ഞിട്ട് നമ്മൾ വലത് കൈ കുത്തിയിട്ട് ഇങ്ങനെ ഏറ്റിരിക്കുക. മസാജിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ പാർട്ടിൽ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം മസാജ് ചെയ്യണം. കൈ ചൂടാക്കുന്നു, അത് നമ്മൾ കണ്ണിന് ഇങ്ങനെ കൊടുത്തു. വീണ്ടും കൈ ചൂടാക്കുന്നു, നമ്മൾ കവിളിന് ഇങ്ങനെ കൊടുത്തു. വീണ്ടും നമ്മൾ ചൂടാക്കുന്നു, നെറ്റ് ഇങ്ങനെ മസാജ് ചെയ്തു. വീണ്ടും നമ്മൾ ചൂടാക്കുന്നു, കഴുത്ത് ഇങ്ങനെ മസാജ് ചെയ്യുക പുറകോട്ട്. പിന്നെ ഫുള്ള് ഒന്ന് കറക്റ്റ് ചെയ്ത് മൂക്കൊക്കെ ഒന്ന് എടുത്തിട്ട് നിങ്ങളൊന്ന് റിലാക്സിലോട്ട് വരിക. അപ്പം ശവാസനം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈസിയാണ്. പക്ഷെ നമ്മൾ ഓരോ ഭാഗങ്ങളും കറക്റ്റ് ചെയ്ത് സമാധാനമായിട്ട് ചെയ്യണം. സമാധാനമുള്ള ടൈമിൽ ചെയ്യുക.